ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും കണ്ണൂസോട്ട് ഒരു സ്ഥലത്ത് പോവാട്ടോ. എവിടെയെന്നല്ലേ, ഞങ്ങൾ പോളിയോ കുടിക്കാൻ പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ജൂൺ 28 പൾസ് പോളിയോ ഡേ ആണ്. എല്ലാ കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ ഞാനും കണ്ണൂസും രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഓൾറെഡി ഞാൻ സാറ്റർഡേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പോളിയോ ഉണ്ട്, അംഗൻവാടി പോകണം എന്നൊക്കെ. അപ്പോൾ എന്താണെന്നൊന്നും അവനെ അറിയില്ലെങ്കിൽ കൂടി എവിടെയോ പോകുന്നു മാത്രം മനസ്സിലായി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സന്തോഷമായിട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്കവാടി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അങ്കവാടിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പം ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കണ്ണൂസായിട്ടൊന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കണ്ണൂസിനെയും കൊണ്ട് നടന്നു പോവാം കേട്ടോ. അപ്പോൾ കണ്ണൂസ് നടക്കുമോ, എങ്ങനെയായിരിക്കും, എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു കേട്ടോ. ഒരു പിണക്കവും ഇല്ലായിരുന്നു, എന്നോട് എടുക്കണമെന്നോ ഒന്നും വാശി പിടിക്കുകയോ ഒന്നുമില്ലായിരുന്നു. അവൻ എൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് നടന്നു വന്നു കേട്ടോ. അപ്പം അതെനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു കാരണം ഇവിടെ നിന്ന് അവിടം വരെ എടുക്കേണ്ടിയൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഇല്ല, അവൻ എടുക്കേണ്ടൊന്നും വന്നില്ല. അപ്പം ഞങ്ങളിതേ നടന്ന് അംഗൻവാടിയിലെത്തിയേ. അപ്പം ഇതാട്ടോ ഞങ്ങളുടെ അംഗൻവാടി. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴും ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം 2-3 പേര് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് കുടിക്കാൻ കയറിയപ്പോഴും ഒന്നും ഒരു പിണക്കവും ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു കേട്ടോ. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് 2-3 പേര് കൂടി വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇതേ തിരിച്ച് വരികയാണ്. അപ്പം തിരിച്ചിറങ്ങിയപ്പം കുറച്ച് പറഞ്ഞു അമ്മ എന്നെ ഒന്ന് എടുക്കുമെന്നൊക്കെ ചോദിച്ച് ചെറുതായിട്ടൊന്ന് പിണങ്ങി. പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കുറച്ചൊന്ന് എടുത്തു. അപ്പം പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് 2-3 മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഡബിൾ ഹാപ്പിയായി കേട്ടോ അവൻ. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ ഫുള്ള് നടന്ന് വീട് വരെ നടന്ന് തന്നെ വന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് കയറുന്ന വഴി. അപ്പോൾ ഞാനിങ്ങ് ബേക്കെന്ന് വരുന്നേ ഉള്ളൂ, പക്ഷെ അവൻ സ്പീഡിനങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും കാരണം വീട്ടിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കൂടുതൽ വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ദേ ഗേറ്റിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഗേറ്റ് തുറക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ മിഠായി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൂടി വീട്ടിൽ പോയിട്ട് കഴിക്കണം. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂസിന് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ഹാപ്പിയും കൂടി ആയിട്ടാണ് ഇത്രയും പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ അമ്മയെ ഡോറ് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണേ. അപ്പം ഞാൻ ചെന്ന് ഡോറൊക്കെ തുറന്ന് പിന്നെ മിഠായിയൊക്കെ പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇവന് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. മിഠായി ഇഷ്ടമാണ് എന്നതിലുപരി അവൻ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പോൾ കണ്ണൂസിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവനൊരു കുഞ്ഞു കാര്യങ്ങളിൽ തന്നെ അവൻ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതവൻ്റെ ലൈഫ് ലോങ് നീണ്ടു നിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. കാരണം എല്ലാ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, നമുക്ക് എത്ര കിട്ടിയാലും സന്തോഷം കണ്ടെത്താത്തൊരു ആളുകളാണല്ലോ നമ്മൾ മനുഷ്യർ. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ണൂസിൻ്റെ ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ആ ഒരു ക്യാരക്ടറിൽ കേട്ടോ. ഇത് മാത്രമല്ല എന്ത് കാര്യത്തിലും ആ ഒരു കുഞ്ഞു കാര്യത്തിലും അവൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പം മിഠായിയൊക്കെ കൊടുത്തു, അവനും ഹാപ്പി ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൻ കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബൈ.